ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പവർ ബാങ്കാണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പവർ ബാങ്കാണ്. ഇത് USB കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതല്ല, ഈസി ആയിട്ട് ഞാൻ വയർ കണക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതിൽ വേറൊരു ഓപ്ഷനും ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി എങ്ങനെ റീചാർജ് ചെയ്യുമെന്നുള്ളത്. ഇത് റീചാർജബിൾ ബാറ്ററിയാണ്. എൻ്റെ കയ്യിലുള്ളത് ഒരു ബാറ്ററി 2450 mAh ആണ്. അതായത് ടോട്ടൽ 3 പ്രാവശ്യം ഒരു മാക്സിമം ഒരു മൊബൈൽ ബാറ്ററി ബാക്കപ്പ് 3000 mAh ഒക്കെയാണ് വരുന്നത് നോർമലായിട്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഈ ഒരു ബാറ്ററി 3000 mAh ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഈ ഒരു ഇത് ചാർജ് ചെയ്താൽ 3 ദിവസം 4 ദിവസം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് റീചാർജബിൾ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യുന്ന ബോക്സിലിട്ട് റീചാർജ് ചെയ്തതിന് ശേഷം ഇതിൽ പിന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഏത് ബാറ്ററി ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ളൊരു ബോക്സ് ഇത് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ആവയുടെ ഉള്ളിൽ നിന്നോ അങ്ങനെ ബാറ്ററി യൂസ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്ന ഏതൊരു ഉപകരണത്തിനുള്ളതും ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾക്ക് കിട്ടും. അതിൽ ഇതേപോലെ 2 കണക്ഷൻ കേബിൾസും ഉണ്ടായിരിക്കും ഉള്ളിലുണ്ട്. ഞാനിത് കവർ ചെയ്തതാണ്, അതുകൊണ്ട് കാണില്ല. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഓൺലി ഫോർ സാംസങ് ആണ്. ഇത് സാംസങ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ ബാങ്കാണ് ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വേറൊരു കാര്യം, ഇങ്ങനെ ഒരു കേബിൾ USB കേബിൾ വാങ്ങിയതിന് ശേഷം അതിൻ്റെ USB സ്ലോട്ടിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ മേ ബി ഇതിൽ 4 കേബിൾസ് ആയിരിക്കും വരിക. ഇൻസൈഡ് ഉള്ളിൽ 4 കേബിൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 2 കേബിൾ ഒരു സിംഗിൾ കേബിളാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ രണ്ടെണ്ണത്തിന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഇത് അങ്ങനെ യൂസ് ചെയ്യാം. ഇതിപ്പം വർക്കിംഗ് ആണ്. ഇതിപ്പോൾ നോർമലായിട്ട് നമുക്ക് എവിടെയും പോക്കറ്റിൽ യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇനിയിപ്പോൾ ഇത് പവർ ഓഫ് ചെയ്യണമെങ്കിൽ ഇതിന്റെ വർക്കിംഗ് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ബാറ്ററി റിമൂവ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. ഇതിപ്പോൾ വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടാവും, ചാർജ് വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പം കാണാൻ പറ്റും. റിമൂവ് ചെയ്താൽ ചാർജിങ് കേട്ടോ. ഇതെങ്ങനെയാണ് ടേൺ ഓഫ് ചെയ്യുന്നതെന്നായിരിക്കും. ടേൺ ഓഫ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ബാറ്ററി റിമൂവ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ടാൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. പിന്നെ ഇത് വർക്കിംഗ് അല്ല. അഥവാ ഈ ബാറ്ററി തന്നെ റിമൂവ് ചെയ്ത് നോർമൽ, അതായത് ശരിക്കുള്ള വേയിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചാർജായി. ഈ മെത്തേഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആകെ വേണ്ടുള്ളത് ഒരു USB കേബിൾ, അതായത് നിങ്ങൾ ഐഫോൺ ആണെങ്കിൽ ഐഫോൺ, അല്ലെങ്കിൽ സാംസങ് ആണ്, അതായത് സാംസങ് ബേസിലുള്ള കേബിൾ ആണെന്നുണ്ടെങ്കിൽ സാംസങ്, ഒരു ബാറ്ററി ബോക്സ്, ഇതുപോലുള്ളൊരു ബാറ്ററി ബോക്സ്. പിന്നെ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ബാറ്ററി യൂസ് ചെയ്യാം, പിന്നെ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.